നമസ്കാരം. 2001 ഒക്ടോബർ 31 അതിരാവിലെ കൊടൈക്കനാലിലെ കൊടയിലേക്കുള്ള ആ വളഞ്ഞു പുളഞ്ഞു പോകുന്ന റോഡിൽ പട്രോൾ ഡ്യൂട്ടിയിലാണ് ഫോറസ്റ്റ് ഗാർഡുകളായ രാമനും മുരുകേശനും. രാവിലെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്, കുറേശ്ശെ മൂടൽമഞ്ഞുമുണ്ട്. അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് വനത്തിനകത്തേക്ക് ആരെങ്കിലും അതിക്രമിച്ച് കയറിയിട്ടുണ്ടോ എന്ന് നോക്കലാണ്. അതോടൊപ്പം ഏതെങ്കിലും കാട്ടുമൃഗങ്ങൾ ആ ഭാഗത്തുണ്ടോ എന്ന് നോക്കുകയും അവരുടെ ടാർഗറ്റാണ്. അവരുടെ ആ സഞ്ചാരപാത ടൈഗർ ചോല എന്നാണ് അറിയപ്പെടുന്നത്. കടുവയും കാട്ടുപോത്തും കരടിയൊക്കെ ഉള്ള ആ വനമേഖല ഒരു സംരക്ഷിത വനമേഖലയാണ്. അവിടേക്ക് സന്ദർശകർ കടന്നാൽ അപകട സാധ്യത ഉള്ളതുകൊണ്ട് എപ്പോഴും പോലീസിന്റെ ഒരു കണ്ണ് ആ ഭാഗത്തുണ്ടാവും. പശ്ചിമഘട്ട മലനിരകളിലെ മനോഹരമായ ഒരു സ്ഥലമാണ് ഈ കൊടൈക്കനാൽ. ആ മലയിലേക്കുള്ള റോഡിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കൂറ്റൻ മരങ്ങളും മരങ്ങൾക്കിടയിലായി ചോല പടർത്തിക്കൊണ്ട് കുറ്റിച്ചെടികളും ഒക്കെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും. ശരിക്കും ഒരു ചോല റോഡിന്റെ താഴേക്ക് ഉണ്ടെന്ന് അർത്ഥം. ആ ചോലയുടെ താഴേക്ക് ശരിക്കും വലിയ അഗാധമായ ഗർത്തമാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തൂടെ ആരെങ്കിലും ഇറങ്ങാൻ ശ്രമിക്കുന്നതായി കണ്ടാൽ അപ്പോഴേ പോലീസുകാർ അവരവിടെ നിന്ന് വിരട്ടി ഓടിക്കും. രാമനും മുരുകേശ്വരും കൂടി ആ മലഞ്ചെരുവിലെ റോഡിലൂടെ പെരുമാൾ മലയിൽ നിന്ന് കൊടയിലേക്ക് നടക്കുമ്പോൾ പെരുമാൾ മലയുടെ 4ാമത്തെ വളവിലെത്തിയപ്പോൾ രാമന്റെ കണ്ണിൽ എന്തോ ഒന്ന് തടഞ്ഞു. റോഡിൽ നിന്ന് ഏകദേശം ഒരു 5 മീറ്റർ താഴെ ഒരാൾ കമഴ്ന്നു കിടക്കുകയാണ്. രാമനും മുരുകേശനും കൂടി ആ റോഡിന്റെ പാരപ്പെറ്റിലൂടെ സാവധാനം താഴോട്ടിറങ്ങി. അവർ ആ ചെറുപ്പക്കാരന്റെ അടുത്ത് എത്തുമ്പോൾ തന്നെ അവർക്ക് ആ കാര്യത്തിൽ ഉറപ്പായി. ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടിരിക്കുകയാണ്. അയാളുടെ മുഖം ലേശം വീർത്തിട്ടുണ്ട്. ആ ചെറുപ്പക്കാരൻ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് ഒരു കാര്യം ഉറപ്പാക്കുകയാണ്, അവൻ അല്പം പണമുള്ള ഒരു വീട്ടിലെ അംഗമാണ്. ചന്ദന നിറത്തിലുള്ള ഒരു പാൻസും നീല നിറത്തിലുള്ള ഒരു ചെക്ക് ഷർട്ടുമാണ് ആ ചെറുപ്പക്കാരന്റെ വേഷം. ആ ചെറുപ്പക്കാരനെ ഒന്ന് പരിശോധിച്ച മുരുകേശനും രാമനും അവിടുന്ന് വീണ്ടും റോഡിലേക്ക് കയറിയ മുരുകേശനും അതുപോലെ രാമനും അവിടെ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ അതുവഴി നാട്ടുകാർ ചിലരൊക്കെ വന്നു. അവരുടെ സഹായത്തോടു കൂടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഫയർമാൻ നടേശനെ അവരവിടെ എത്തിച്ചു. നടേശൻ അവിടെ എത്തിയപ്പോൾ സമയം രാവിലെ 12 മണി കഴിഞ്ഞ് 30 മിനിറ്റാണ്. നടേശനെ ആ ബോഡിക്ക് കാവലിട്ടിട്ട് അവർ രണ്ടുപേരും കൂടി ഫോറസ്റ്റ് ഓഫീസിലേക്ക് തിരിച്ചു. ഫോറസ്റ്റ് ഓഫീസിൽ ചെന്ന് സീനിയർ ഓഫീസറോട് കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം അവരോട് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. മുരുകേശനും രാമനും കൂടി അവിടെ നിന്ന് നേരെ കൊടൈ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. വിവരങ്ങൾ കേട്ട പോലീസ് ഉദ്യോഗസ്ഥർ അവർക്കൊപ്പം സംഭവ സ്ഥലത്തെത്തുമ്പോൾ ഏകദേശം സന്ധ്യ ആയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ആ ചെറുപ്പക്കാരന്റെ ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. നവംബർ 2-നാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ആ ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം നടക്കുന്നതിന് ഏകദേശം 5 ദിവസങ്ങൾക്ക് മുമ്പാണ്. ഉദ്ദേശം 27-നോ 28-നോ ആ ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അവനെ ശ്വാസം മുട്ടിച്ച് കൊന്നിരിക്കുകയാണ്. 30 വയസ്സ് പ്രായമുള്ള പുരുഷനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ആ ചെറുപ്പക്കാരന്റെ കയ്യിലെയും കാലിലെയും നഖങ്ങളും ബോഡി പാർട്സുകളും ക്ഷതം ഏറ്റുവാങ്ങിയതിന്റെ ലക്ഷണങ്ങളുണ്ട്. അതും പോസ്റ്റ്മോർട്ടത്തിൽ വളരെ വ്യക്തമായി സൂചിപ്പിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ചെറുപ്പക്കാരനെ വളരെ മൃഗീയമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ആ ചെറുപ്പക്കാരനെ കണ്ട സ്ഥലത്തു നിന്നുള്ള ഫോട്ടോ ഉൾപ്പെടെ ഒരു ഡസനോളം ഫോട്ടോയാണ് കൊടൈ പോലീസ് ആ ചെറുപ്പക്കാരനുമായി കണക്ട് ചെയ്തെടുത്തത്. കൊടൈ പോലീസ് സ്റ്റേഷനിലോ സമീപത്തുള്ള മറ്റ് പോലീസ് സ്റ്റേഷനുകളിലോ ആ പ്രായത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ മിസ്സായതിനെ കുറിച്ചുള്ള ഒരു മാൻ മിസ്സിംഗ് കേസും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് കൊണ്ട് പോലീസ് ആ ചെറുപ്പക്കാരന്റെ ബോഡി ഹിന്ദു മത ആചാരപ്രകാരം ഒരു ശ്മശാനത്തിൽ മറവ് ചെയ്തു. അങ്ങനെ മറവ് ചെയ്യുമ്പോഴും നാളെ ആരെങ്കിലും തിരക്ക് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് അയാളുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും ബണ്ടിലാക്കി കൊടൈ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിക്കുകയാണ്. കൊടൈക്കനാൽ പോലീസ് സ്റ്റേഷനിൽ അജ്ഞാതനായ ഒരാളുടെ ബോഡി ലഭിക്കുന്നതിന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ചെന്നൈയിൽ നിന്ന് ഒത്തിരി അകലെയുള്ള ദേവനാരായം എന്ന സ്ഥലത്ത് ഒരു കുടുംബം താമസിച്ചിരുന്നു. 2ാം ലോക മഹായുദ്ധത്തിന് മുന്നേ മലേഷ്യയിൽ താമസമാക്കിയ ഒരു കുടുംബത്തിന്റെ പരമ്പരയിൽപ്പെട്ട ഒരു കക്ഷിയാണ് രാമസ്വാമി. രാമസ്വാമിയും ഭാര്യയും അയാളുടെ മകളും മകനുമാണ് ദേവനാരായത്ത് താമസിച്ചിരുന്നത്. 80കളുടെ അവസാനത്തിൽ ഈ ദേവനാരായം മേഖലയിൽ വൻതോതിൽ ചെമ്മീൻ കൃഷി തുടങ്ങിയിരുന്നു. ചെമ്മീൻ കൃഷി തുടങ്ങിയപ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ടായി. ചെമ്മീൻ കൃഷി നടത്തുന്ന ആളുകൾ എല്ലാ പാടങ്ങളും ഉപ്പുവെള്ളം നിറച്ച്
ചെമ്മീൻ കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചു തുടങ്ങിയതോടുകൂടി മറ്റ് ആളുകൾക്ക് കൃഷി എന്ന് പറയുന്നത് ശരിക്കും നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. എല്ലാ മേഖലയിലും ഉപ്പുവെള്ളമേ ഉള്ളൂ. ഈ സമയത്താണ് 1991 ഇന്ത്യയിൽ ഒരു വിപ്ലവം ഉണ്ടാകുന്നത്. പ്രധാനമന്ത്രിയും വ്യവസായ വകുപ്പ് മന്ത്രിയുമായ PV നരസിംഹറാവുവിന് വേണ്ടി അന്ന് പാർലമെന്റിൽ വ്യവസായ നയം തിരുത്തിക്കുറിച്ചുകൊണ്ട് മലയാളിയായ PJ കുര്യൻ ഒരു ബില്ല് അവതരിപ്പിച്ചു. ഉച്ചയ്ക്ക് 12 മണിയോടടുപ്പിച്ചാണ് ആ ബില്ല് അവതരിപ്പിക്കുന്നത്. ഇന്ത്യയിലെ അതുവരെ ഉണ്ടായിരുന്ന ലൈസൻസ് രാജ് സംവിധാനങ്ങളെ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ടുള്ള ഒരു പൊളിച്ചെഴുത്തായിരുന്നു ആ ബില്ല് അവതരണം. ആ ബില്ലിന് മുന്നേ ഒരു വ്യവസായം തുടങ്ങാൻ ഏകദേശം 400ഓളം ലൈസൻസ് വേണ്ടിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അതുവരെ. അതാണ് PJ കുര്യൻ ആ ഒറ്റ ബില്ലിലൂടെ പൊളിച്ചടുക്കിയത്. അന്ന് വൈകുന്നേരം 4:30ക്കാണ് മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രി എന്ന നിലയിൽ ധനകാര്യ മേഖലയുമായി ബന്ധപ്പെട്ട ചില ബില്ലുകൾ അവതരിപ്പിക്കുന്നത്. വൻതോതിൽ പുതിയ വ്യവസായങ്ങൾ ഇന്ത്യയിൽ തുടങ്ങാനുള്ള ഒരു കാരണമായത് PJ കുര്യന്റെ ആ ബില്ലാണ്. ശരിക്കും എല്ലാ മേഖലയിൽ നിന്നും ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഒരുപാട് തൊഴിലവസരങ്ങൾ ഇന്ത്യയിൽ നഗരങ്ങൾ ബേസ് ചെയ്തുണ്ടായി. സ്വാഭാവികമായിട്ടും ഈ ദേവനാരായം പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വൻതോതിൽ ആളുകൾ ചെന്നൈ പോലുള്ള നഗരങ്ങളിലേക്ക് പറിച്ചു നടന്നത് അങ്ങനെയാണ്. വൻ നഗരങ്ങളിലാണ് മിക്കവാറും എല്ലാ തൊഴിലവസരങ്ങളും. ഇന്ത്യയിലെ കാർ നിർമ്മാണ മേഖലയിലും ടെലികോം മേഖലയിലും ഖനന മേഖലയിലും മെറ്റൽ ഇൻഡസ്ട്രി മേഖലയിലും എന്ന് വേണ്ട സകല മേഖലയിലും നമ്മൾ ഈ കാണുന്ന സകല മാറ്റങ്ങളുടെയും തുടക്കം എന്ന് പറയുന്നത് PV നരസിംഹറാവുവിന്റെ ആ തീരുമാനമാണ്. ആ തീരുമാനത്തിന്റെ ഫലമായി എല്ലാ മേഖലയിലും തൊഴിലവസരം ഉണ്ടായപ്പോൾ രാമസ്വാമി കുടുംബവും ചെന്നൈയിലേക്ക് വന്നതും ആ തൊഴിലവസരം കണ്ടിട്ടാണ്. ചെന്നൈയിലെത്തിയ രാമസ്വാമിക്ക് ജോലി ലഭിച്ചത് ശരവണ ഭവനിലാണ്. അതിന് കാരണക്കാരനായത് രാമസ്വാമിയുടെ ഒരു സുഹൃത്താണ്. ദേവനാരായത്തിലുള്ള രാമസ്വാമിയുടെ സ്ഥലം വിറ്റിട്ട് ആ തുകയുമായിട്ടാണ് രാമസ്വാമി കുടുംബം ചെന്നൈയിലെത്തിയത്. ആ തുകയിൽ ഒരു നല്ല ഭാഗം ആ സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരം രാമസ്വാമി ശരവണ ഭവന്റെ മുതലാളിയായ രാജഗോപാലിന്റെ അടുത്ത് കൊടുക്കുകയും ചെയ്തു. രാജഗോപാല് ആ തുകയ്ക്ക് എല്ലാ മാസവും കൃത്യമായി പലിശ കൊടുക്കുകയും ചെയ്യും. ശരവണ ഭവന്റെ രാജഗോപാൽ 1970കളുടെ തുടക്കത്തിൽ പലോഞ്ചന കച്ചവടത്തിൽ നിന്ന് തുടങ്ങി സാവധാനം ഹോട്ടൽ ബിസിനസ്സിലേക്ക് വന്ന വ്യക്തിയാണ്. ശരിക്കും ഒരു കഠിന അധ്വാനിയാണ് ഈ രാജഗോപാൽ. 74 വള്ളി എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് രാജഗോപാൽ ഹോട്ടൽ ബിസിനസ്സിലേക്ക് തിരിയുന്നത്. വള്ളി പുരാണത്തിൽ മുരുകന്റെ പ്രിയ പത്നിയാണ്. മുരുകഭക്തനായ രാജഗോപാൽ വള്ളിയെ വിവാഹം കഴിച്ചതോടുകൂടി അയാൾക്ക് ഐശ്വര്യം വന്നു എന്നാണ് രാജഗോപാൽ എപ്പോഴും പറയുക. രാജഗോപാലന്റെ ശരവണ ഭവൻ 70കളുടെ അവസാനത്തിലും 80കളിലുമായി തമിഴ്നാട്ടിൽ ഒരു വലിയ പേര് തന്നെ ഉണ്ടാക്കി. ശരവണ ഭവനിലെ ചായയും വടയും ഓരോ ഭക്ഷണ സാധനവും ശരിക്കും ആളുകൾ ഓർത്തുവെക്കുന്ന ഒന്നായി മാറി. എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകൾക്കും ശരവണ ഭവനിലെ ഭക്ഷണം ഒരു അഡിക്ഷനായി മാറുകയായിരുന്നു. സ്വാഭാവികമായിട്ടും ശരവണ ഭവനിലെ രാജഗോപാലിനെ ആളുകൾ വലിയൊരു ബിസിനസ് മാഗ്നറ്റായി കണ്ടു തുടങ്ങിയിരുന്നു. 80കളുടെ അവസാനത്തിലും 90കളുടെ തുടക്കത്തിലുമായി ശരവണ ഭവന് ധാരാളം ബ്രാഞ്ചുകൾ ഉണ്ടായി. ഓരോ ബ്രാഞ്ചിനും ഓരോ പ്രത്യേകതയുണ്ട്. ഒരു പ്രധാന ബ്രാഞ്ച് ബ്രാഹ്മിൺസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യപ്പെട്ട ഒരു ബ്രാഞ്ചാണെന്ന് തന്നെ പറയാം. അവിടെ ബ്രാഹ്മിൺസിനെ ആകർഷിക്കാൻ വേണ്ടി ബ്രാഹ്മണനായ ഗണേഷ് അയ്യരെയാണ് രാജഗോപാൽ പ്രധാന ഷെഫായി നിയോഗിച്ചിരിക്കുന്നത്. ബ്രാഹ്മൺ സമൂഹത്തിന്റെ ഇഷ്ട വിഭവമായ മുറുക്ക് ഈ ഗണേഷ് അയ്യർ നന്നായി ഉണ്ടാക്കും. അതൊക്കെ ആ ഹോട്ടലിന്റെ ഒരു വലിയ പ്രത്യേകതയാണ്. ആ മുറുക്കും അതുപോലുള്ള വിഭവങ്ങൾ കഴിക്കാൻ വേണ്ടി അനവധി ബ്രാഹ്മൺ കുടുംബങ്ങളാണ് ആ ഹോട്ടലിലേക്ക് ഒഴുകി വരുന്നത്. ശരിക്കും ബിസിനസ് സ്നേക്കുള്ള രാജഗോപാൽ ഓരോ സ്ഥലത്തും അതിൻ്റെതായ സാഹചര്യം അനുസരിച്ച് അതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കി വിഭവങ്ങൾ ആഡ് ചെയ്യുന്ന ഒരു സ്വഭാവക്കാരനാണ്. അതുകൊണ്ടാണ് ബ്രാഹ്മൺസ് കൂടുതലുള്ള ഭാഗത്ത് ഗണേഷ് അയ്യരെ രാജഗോപാൽ ശരവണ ഭവനിലെ പ്രധാന ഷെഫായി വയ്ക്കുന്നത് തന്നെ. ഗണേഷ് അയ്യർ ശരവണ ഭവനിൽ ഷെഫായി ചാർജ് എടുക്കുമ്പോൾ അയാളുടെ വിവാഹം കഴിഞ്ഞിട്ട് അധിക നാളുകളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ശരവണ ഭവൻ പോലുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടിയതുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടിയാണ് കൃതിക ഗണേഷ് അയ്യർക്കൊപ്പം താമസിക്കാനായി ആ ഹോട്ടലിന് സമീപത്തുള്ള അവരുടെ വീട്ടിലേക്ക് വരുന്നത്. ആ വീട് ശരവണ ഭവന്റെ ഉടമയായ രാജഗോപാൽ ഗണേഷ് അയ്യർക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. ആ വീട്ടിൽ താമസമാക്കിയ ഗണേഷ് അയ്യരെ കാണാനായി രാജഗോപാൽ എത്തിയപ്പോൾ രാജഗോപാലിന്റെ ശ്രദ്ധ അയാളുടെ ഭാര്യ കൃതികയിൽ ഒന്ന് പതിഞ്ഞു. കൃതികയ്ക്ക് അന്ന് 20 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഗണേഷ് അയ്യരുടെ വീട്ടിൽ വെച്ച് കൃതികയെ കണ്ട രാജഗോപാൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ
അയാളുടെ മനസ്സിൽ കൃതിക അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. വീട്ടിലേക്ക് മടങ്ങിയെത്തിയെങ്കിലും രാജഗോപാലിന്റെ മനസ്സിൽ കൃതിക മാത്രമാണ് ഉള്ളത്. എങ്ങോട്ട് തിരിഞ്ഞാലും രാജഗോപാലിന്റെ മനസ്സിൽ കൃതികയുടെ മുഖമാണ് വരുന്നത്. പതുക്കെ പതുക്കെ ആ മുഖം അയാളിൽ ഒരു ആഗ്രഹം ഉണ്ടാക്കുകയാണ്. കൃതികയെ സ്വന്തമാക്കാനുള്ള ഒരു ആഗ്രഹമാണ് രാജഗോപാലിന് ഉണ്ടായത്. ആ ആഗ്രഹം സ്വാഭാവികമായിട്ടും അയാളുടെ ഷെഫായ ഗണേഷ് അയ്യരോട് പങ്കുവച്ചു. ഗണേഷ് അയ്യരോട് രാജഗോപാൽ വളരെ സിമ്പിളായിട്ടാണ് ആ കാര്യം പറഞ്ഞത്. ഗണേഷ് അയ്യർ അയാളുടെ ഭാര്യ കൃതികയെ ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ചാൽ ഗണേഷ് അയ്യർക്ക് രാജഗോപാൽ ജീവിക്കാൻ ആവശ്യമായ പണം കൊടുക്കും. ശരിക്കും അപ്രതീക്ഷിതമായി അയാളുടെ ബോസ് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ ഗണേഷ് അയ്യർ ഞെട്ടി. ഗണേഷ് അയ്യർ അക്കാര്യം ഭാര്യ കൃതികയോട് പറയുകയും ചെയ്തു. അവരുടെ ബോസ് രാജഗോപാൽ കൃതികയെ ഡിവോഴ്സ് ചെയ്യാനായി ആവശ്യപ്പെടുന്നു എന്നുള്ള കാര്യം ഗണേഷ് അയ്യർ എന്ന് പറഞ്ഞ കൃതികയും ശരിക്കും അമ്പരന്ന് പോവുകയാണ്. അവർ രണ്ടുപേരും പിടിച്ചു നിൽക്കാൻ കഴിവിന്റെ പരമാവധി ശ്രമിച്ചെങ്കിലും അവസാനം ഗണേഷ് അയ്യർ കൃതികയെ ഉപേക്ഷിക്കുക തന്നെ ചെയ്തു. രാജഗോപാൽ ഗണേഷ് അയ്യരിലും കൃതികയിലും കൊടുത്ത ആ പ്രഷർ അത്ര വലുതായിരുന്നു. ഗണേഷ് അയ്യർ എങ്ങോട്ടോ മുങ്ങി. ഗണേഷ് അയ്യർ ഉപേക്ഷിച്ച കൃതികയെ രാജഗോപാൽ തുടർന്ന് വിവാഹം കഴിച്ചു. രാജഗോപാൽ കൃതികയ്ക്ക് താമസിക്കാനായി അശോക് നഗറിലാണ് ഒരു വീട് അറേഞ്ച് ചെയ്തത്. മറ്റൊരു നഗറിൽ സാക്ഷാൽ വള്ളി അമ്മാൾക്കൊപ്പം താമസിക്കുന്ന രാജഗോപാൽ ഇടവിട്ടുള്ള ദിവസങ്ങളിൽ അശോക് നഗറിലെ കൃതികയുടെ വീട്ടിൽ വരും. ആ സമ്പ്രദായത്തിന് തമിഴ്നാട്ടിൽ വിളിക്കുന്ന പേര് ചിന്ന വീടെന്നാണ്. മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധിക്ക് ഇതുപോലെ ഒരു ഒറിജിനൽ ഭാര്യയും ഒരു ചിന്ന വീടും ഉണ്ടായിരുന്നു. ആ രണ്ട് വീട്ടിലേക്കുമായി മുഖ്യമന്ത്രി കരുണാനിധി അദ്ദേഹത്തിന്റെ സമയത്തെ ഡിവൈഡ് ചെയ്യുന്ന കഥ ശരിക്കും ആ കാലഘട്ടത്തിൽ വലിയൊരു വാർത്തയാണ്. മുഖ്യമന്ത്രി കരുണാനിധിയുടെ ആ ചിന്ന വീട്ടിലെ കുട്ടിയാണ് കനിമൊഴി MP. സ്റ്റാലിൻ പ്രധാന ഭാര്യയുടെ മകനുമാണ്. ഇതേ ശൈലിയിൽ രാജഗോപാലിനും രണ്ട് ഭാര്യമാർ. രണ്ടാമത്തെ ഭാര്യ കൃതിക രാജഗോപാലിനെ വിവാഹം കഴിക്കുന്ന സമയത്തും യഥാർത്ഥത്തിൽ നിയമപരമായി ഗണേഷ് അയ്യർ കൃതിയെ ഡിവോഴ്സ് ചെയ്തിരുന്നു എന്നുള്ള കാര്യം ഇപ്പോഴും തീർപ്പാക്കപ്പെടാത്ത കാര്യമാണ്. എന്തായാലും രണ്ട് ഭാര്യമാരുമായി രാജഗോപാൽ മുന്നോട്ട് പോകുമ്പോഴാണ് ദേവനാരായത്ത് നിന്ന് രാമസ്വാമി കുടുംബം ചെന്നൈയിലെത്തുന്നത്. ചെന്നൈയിൽ ശരവണ ഭവനിൽ ജോലിക്കാരനായി ചേർന്ന രാമസ്വാമി സ്വാഭാവികമായിട്ടും രാജഗോപാലിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഒരാളായി മാറി. രാജഗോപാലിന് പണം കടം കൊടുത്തിരിക്കുന്ന വ്യക്തി കൂടിയാണ് രാമസ്വാമി എന്നതുകൊണ്ട് തന്നെ രാമസ്വാമിയെ രാജഗോപാലിന് നന്നായിട്ട് അറിയാം. രാമസ്വാമിയുടെ മൂത്ത മകൾ ജീവജ്യോതി ദേവനാരായത്ത് നിന്ന് ചെന്നൈയിലെത്തുമ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. 10ാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ജീവജ്യോതിയുടെ താഴെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന രാംകുമാറുണ്ട്. ശരിക്കും സാമ്പത്തികമായി ഞെരുക്കം അനുഭവപ്പെട്ട രാമസ്വാമി രണ്ടു മക്കളെയും ഒന്നിച്ചു പഠിപ്പിക്കാൻ പറ്റില്ലെന്ന് കരുതി ഇളയ മകനായ രാംകുമാറിനെ മാത്രം പഠിപ്പിക്കാൻ തീരുമാനിച്ചു. ജീവജ്യോതിയുടെ പഠിത്തം ചെന്നൈയിലെത്തിയപ്പോൾ അവസാനിച്ചു. രാംകുമാർ 8ാം ക്ലാസ്സിൽ നിന്ന് 9ലേക്ക് 9 നിന്ന് 10ലേക്ക് എത്തുകയാണ്. 10ലെത്തിയപ്പോഴാണ് രാംകുമാറിന്റെ പഠനത്തിലെ പാളിച്ചകൾ രാമസ്വാമിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. രാംകുമാറിന് കണക്ക് ഒരു വലിയ വിഷയമാണ്. രാംകുമാറിന് മാത്സിൽ ട്യൂഷൻ കൊടുക്കാൻ വേണ്ടി ഈ സമയത്താണ് പ്രിൻസ് എന്ന വ്യക്തിയെ രാമസ്വാമി റിക്രൂട്ട് ചെയ്യുന്നത്. പ്രിൻസ് മധുരയിൽ നിന്നുള്ള ഒരു ക്രിസ്ത്യാനിയാണ്. അയാള് മധുരയിലെ പ്രസിദ്ധമായ അമേരിക്കൻ കോളേജിലാണ് വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത്. ഇപ്പൊ ചെന്നൈയിൽ ഒരു സ്കൂളിലെ അധ്യാപകനുമാണ്. സ്കൂളിലെ ജോലിക്കൊപ്പം വീടുകളിൽ ട്യൂഷൻ എടുക്കുന്ന പതിവ് കൂടി പ്രിൻസിനുണ്ട്. പ്രിൻസ് നല്ലൊരു അധ്യാപകനാണ്. പ്രിൻസ് രാംകുമാറിന് ട്യൂഷൻ കൊടുത്തു തുടങ്ങിയോടുകൂടി രാംകുമാറിന്റെ വിദ്യാഭ്യാസത്തിൽ ആശാവഹമായ മാറ്റമുണ്ടായി. അവന്റെ മാർക്ക് പതുക്കെ കൂടി. സ്വാഭാവികമായിട്ട് പ്രിൻസ് ആ വീട്ടിൽ ഒരു അംഗം പോലെയായി. രാംകുമാറിന്റെ ചേച്ചിയായ ജീവജ്യോതി വീട്ടിലുള്ളപ്പോഴാണ് പ്രിൻസ് രാംകുമാറിന് പഠിപ്പിക്കാൻ വരുന്നത്. ചെറുപ്പക്കാരനും സുന്ദരനുമായ പ്രിൻസും സുന്ദരിയായ ജീവജ്യോതിയും എല്ലാ ദിവസവും ആ വീട്ടിൽ വെച്ച് കാണുന്ന പതിവ് തുടങ്ങിയോടുകൂടി അവർ തമ്മിൽ ഒരു അടുപ്പം ഉണ്ടായി വന്നു. രാമസ്വാമിയുടെ കുടുംബത്തെ ശരിക്കും നോട്ട് ചെയ്തിരുന്ന രാജഗോപാൽ പെട്ടെന്നാണ് പ്രിൻസിന്റെ സാന്നിധ്യം ശ്രദ്ധിക്കുന്നത്. പ്രിൻസിനെ പോലുള്ള ഒരു സുമുഖൻ ആ വീട്ടിൽ അങ്ങനെ കയറി ഇറങ്ങുന്നത് ശരിയല്ല എന്ന് തോന്നിയ രാജഗോപാൽ രാമസ്വാമിയുടെ ഭാര്യയായ തപമണിയോട് പ്രിൻസിനെ ആ വീട്ടിൽ കയറ്റരുതെന്ന് ആവശ്യപ്പെട്ടു. രാജഗോപാൽ അങ്ങനെ പറഞ്ഞപ്പോൾ ജീവജ്യോതിയുടെ അമ്മ തപമണി രാജഗോപാലിനോട് ട്യൂഷന്റെ കാര്യം സൂചിപ്പിച്ചു. പ്രിൻസ് നല്ലൊരു അധ്യാപകനാണെന്നും അയാൾ രാംകുമാറിനെ നന്നായി പഠിപ്പിക്കുന്നുണ്ടെന്നും തപമണിയും രാമസ്വാമിയും പറഞ്ഞപ്പോൾ രാജഗോപാൽ അവരോട് പറഞ്ഞു, നോക്കേ, നിങ്ങളുടെ വീട്ടിൽ
വളർന്നു വരുന്ന ഒരു പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടി ഉള്ളപ്പോൾ ഇതുപോലൊരു ചെറുപ്പക്കാരനെ ആ വീട്ടിൽ അങ്ങനെ കയറ്റുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? രാജഗോപാൽ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും തവമണിയും രാമസ്വാമിയും രാംകുമാറിന് ട്യൂഷൻ കൊടുക്കുന്ന പ്രിൻസിനെ ഒഴിവാക്കാൻ വിസമ്മതിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ തലയിട്ട് തുടങ്ങിയ രാജഗോപാൽ ആ കാര്യം വീണ്ടും ശ്രദ്ധിച്ചു. രാമസ്വാമിയുടെ കയ്യിൽ നിന്ന് പണം പലിശയ്ക്ക് വാങ്ങിച്ചിരിക്കുന്ന ആളാണ് രാജഗോപാൽ. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ രാജഗോപാൽ രാമസ്വാമിക്ക് നേരത്തെ ഒരു വീട് അലോട്ട് ചെയ്ത് കൊടുത്തിരുന്നു. രാജഗോപാലിന്റെ അധീനതയിലുള്ള ഒരു വീട്. ആ വീടിന് രാമസ്വാമി കുടുംബവും വാടക കൊടുക്കുകയും വേണ്ട. രാജഗോപാലിന്റെ ഉടമസ്ഥതയിലുള്ള ആ വീട്ടിൽ താമസിക്കുന്ന രാമസ്വാമി കുടുംബവും രാജഗോപാൽ പറഞ്ഞ കാര്യം ചെയ്യാൻ വിസമ്മതിച്ചതും രാജഗോപാൽ അവരോട് ആ വീടൊഴിയാൻ ആവശ്യപ്പെട്ടു. രാജഗോപാൽ നിർബന്ധ ബുദ്ധി പിടിച്ചതോടുകൂടി KK നഗറിൽ താമസിച്ചിരുന്ന രാമസ്വാമി കുടുംബവും MGR നഗറിലേക്ക് താമസം മാറ്റി. KK നഗർ ഒരു പോഷ് ഏരിയയാണ്. MGR നഗറിലാണെങ്കിൽ വീടുകൾ അടുപ്പ് കൂട്ടിയ പോലെയാണ് ഇരിക്കുന്നത്. KK നഗറിലുള്ള വിശാലമായ ആ വീട്ടിൽ നിന്ന് MGR നഗറിലുള്ള ആ ചെറിയ വാടക വീട്ടിലേക്ക് മാറിയപ്പോൾ രാമസ്വാമിക്കും കുടുംബത്തിനും അത് ശരിക്കും ഒരു ബുദ്ധിമുട്ടായി മാറി തുടങ്ങി. ജീവിതം ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടി രാജഗോപാലിന്റെ കയ്യിൽ ഡെപ്പോസിറ്റ് ചെയ്തിരുന്ന പണം രാമസ്വാമി തിരിച്ചു വാങ്ങുന്നത് അപ്പോഴാണ്. ആ പണം ഉപയോഗിച്ച് രാമസ്വാമി ഒരു ട്രക്ക് വാങ്ങിച്ചു. സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ട്രക്കാണ് രാമസ്വാമി വാങ്ങിയത്. അയാൾ പ്രതീക്ഷിച്ചതുപോലെ അയാളുടെ ആ ട്രക്ക് ലാഭമൊന്നും കൊണ്ടുവന്നില്ല. രാമസ്വാമിയുടെ ട്രക്ക് ബിസിനസ് ദയനീയമായി പരാജയപ്പെട്ടതും കടക്കണിയിലായ രാമസ്വാമി ഭാര്യയും മക്കളെയും ചെന്നൈയിലെ ആ MGR നഗറിൽ നിർത്തിയിട്ട് മലേഷ്യക്ക് തിരിച്ചു. അയാൾ ഒരുപാട് വർഷം മലേഷ്യയിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അവിടെ ഒരു ജോലി സംഘടിപ്പിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലാണ് രാമസ്വാമി മലേഷ്യക്ക് പോയത്. 94 രാമസ്വാമി അയാളുടെ കുടുംബത്തോടൊപ്പം ദേവനാരായത്ത് നിന്ന് ചെന്നൈയിലേക്ക് വരുന്നത്. ശരിക്കും ദേവനാരായത്ത് നിന്ന് ചെന്നൈയിലേക്ക് വരുന്നതിനേക്കാൾ എളുപ്പമാണ് ദേവനാരായത്ത് നിന്ന് ശ്രീലങ്കയിലെ ജാഫ്നയ്ക്ക് പോവുക. ജാഫ്നയും ദേവനാരായവും അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ്. ദേവനാരായം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണെങ്കിൽ ജാഫ്ന ശ്രീലങ്കയിലാണെന്ന് മാത്രം. 94 ചെന്നൈയിലെത്തിയ രാമസ്വാമി 98 മലേഷ്യയിലേക്ക് പോകുന്നത്. രാമസ്വാമി ശരവണഭവനിലെ ജോലി രാജിവെച്ച് ട്രക്ക് ബിസിനസ്സിൽ ഏർപ്പെടുന്ന സമയത്തും രാജഗോപാൽ രാമസ്വാമിയെയും തവമണിയെയും കോണ്ടാക്ട് ചെയ്യുമായിരുന്നു. രാമസ്വാമി ജോലി തേടി മലേഷ്യയിലേക്ക് പോയതിനു ശേഷവും രാജഗോപാൽ തവമണിയെ കോണ്ടാക്ട് ചെയ്യുമായിരുന്നു. തവമണിയെ കോണ്ടാക്ട് ചെയ്യുന്ന രാജഗോപാൽ രാംകുമാറിനെ കുറിച്ചും ജീവജ്യോതിയെക്കുറിച്ചും ഒക്കെ തവമണിയോട് ചോദിക്കാറുണ്ട്. തൻ്റെ സ്റ്റാഫായി വർക്ക് ചെയ്തിരുന്ന രാമസ്വാമിയെയും രാമസ്വാമിയുടെ കുടുംബത്തെയും താൻ സ്വന്തം കുടുംബമായിട്ടാണ് കാണുന്നതെന്നാണ് രാജഗോപാൽ തവമണിയോട് പറയുക. അതുകൊണ്ടാണ് രാജഗോപാൽ തവമണിയോട് മകൾ ജീവജ്യോതിയെക്കുറിച്ചും മകൻ രാംകുമാറിനെ കുറിച്ചും ഒക്കെ തിരക്കുന്നത്. രാജഗോപാൽ തവമണിയോട് ജീവജ്യോതിയെക്കുറിച്ചും രാംകുമാറിനെ കുറിച്ചൊക്കെ തിരക്കിക്കൊണ്ടിരിക്കുന്ന അതേ കാലഘട്ടത്തിൽ അധ്യാപകനായ പ്രിൻസ് രാംകുമാറിന് ട്യൂഷൻ കൊടുക്കാൻ വേണ്ടി ആ MGR നഗറിലെ വീട്ടിലേക്ക് സ്ഥിരമായി വരാറുണ്ട്. രാംകുമാറിന്റെ പഠനത്തിൽ ആശാവഹമായ മാറ്റം ഉണ്ടാക്കാൻ പ്രിൻസിന് പറ്റിയ അതേ കാലഘട്ടത്തിൽ പ്രിൻസും ജീവജ്യോതിയും തമ്മിലുള്ള അടുപ്പം കൂടിക്കൂടി വരികയാണ്. അത് അവർ തമ്മിലുള്ള പ്രണയമായി മാറി. പ്രിൻസ് ഒരു ക്രിസ്ത്യനും ജീവജ്യോതി ഒരു ഹിന്ദുവുമാണ്. അവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കിയ തവമണി മകൾ ജീവജ്യോതിയോട് ആ ബന്ധം ശരിയാകില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. ഒരു കാരണവശാലും ഒരു ക്രിസ്ത്യാനിയെ വിവാഹം കഴിക്കാൻ ജീവജ്യോതിയെ താൻ അനുവദിക്കില്ല എന്ന് തവമണി തീർത്തു പറഞ്ഞെങ്കിലും അത് മൈൻഡ് ചെയ്യാതെ 99 ഏപ്രിൽ 28 അവളുടെ വീട്ടിൽ നിന്ന് പുറത്തു ചാടിയ ജീവജ്യോതി പ്രിൻസിനെ കൂട്ടിയെത്തിയത് ഒരു സബ് രജിസ്ട്രാർ ഓഫീസിലാണ്. അവിടെ വെച്ച് അവർ വിവാഹിതരായി. അണ്ണാനഗറിലെ ആ സബ് രജിസ്ട്രാർ ഓഫീസിൽ ഇവരുടെ വിവാഹത്തിന് സാക്ഷിയായി ഒപ്പിട്ടത് പ്രിൻസിന്റെ ജ്യേഷ്ഠൻ ജോൺ ചെല്ലദുരയാണ്. അണ്ണാനഗറിൽ നിന്ന് അവർ നേരെ പോയത് മധുരയ്ക്കാണ്. മധുരയിലാണ് പ്രിൻസിന്റെ വീട്. അവിടെ ശരിക്കും നല്ലൊരു റിസപ്ഷൻ തന്നെ അവർക്ക് ലഭിച്ചു. ആ ആഘോഷ ചടങ്ങുകൾക്കിടയിൽ പ്രിൻസിന്റെ ജ്യേഷ്ഠൻ പാസ്റ്റർ കൂടിയ വിക്ടർ ജീവജ്യോതിയുടെ അമ്മയുടെ നമ്പർ ജീവജ്യോതിയുടെ കയ്യിൽ നിന്ന് വാങ്ങി. ആ നമ്പറിൽ വിളിച്ച് വിക്ടർ മകൾ മധുരയിൽ അവരുടെ വീട്ടിലുണ്ടെന്ന് സൂചിപ്പിച്ചു. ആ കൂട്ടത്തിൽ വിക്ടർ തപമണിയുടെ മകൾ ജീവജ്യോതി പ്രിൻസിനെ വിവാഹം കഴിച്ച കാര്യം സൂചിപ്പിക്കുകയാണ്. വിവരമറിഞ്ഞ തപമണിയും മകൻ രാംകുമാറും ഉടൻ തന്നെ ചെന്നൈയിൽ നിന്ന് മധുരയിലുള്ള
പ്രിൻസിന്റെ വീട്ടിലെത്തി. തൻ്റെ മകൾ ഒരു ക്രിസ്ത്യാനിയെ വിവാഹം കഴിക്കുന്നതിൽ ശരിക്കും താല്പര്യക്കുറവുണ്ടായിരുന്നു തവമണിക്ക്. പക്ഷേ മകളുടെ ഇഷ്ടത്തിന് ഒപ്പം നിൽക്കാൻ തീരുമാനിച്ച തവമണി അവസാനം പ്രിൻസിനെയും ജീവജ്യോതിയെയും ചെന്നൈയിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് അവിടെ മുരുദേശ്വർ ക്ഷേത്രത്തിൽ വെച്ച് അവരുടെ വിവാഹം നടത്തി. ശരിക്കും ഹിന്ദു ആചാരപ്രകാരമുള്ള വിവാഹമാണ് അവിടെ വെച്ച് നടത്തിയത്. വിവാഹത്തിന് ശേഷം പ്രിൻസും ജീവജ്യോതിയും താമസം തുടങ്ങിയത് ചെന്നൈയുടെ തെക്ക് ഭാഗത്തുള്ള കൊട്ടിവാകം മേഖലയിലെ ഒരു വീട്ടിലാണ്. സമുദ്രതീരത്തോട് അടുത്തുള്ള ഒരു സ്ഥലമാണ് ഈ കൊട്ടിവാകം. ഇപ്പോൾ അവിടെ വലിയ ഡെവലപ്മെന്റ് ഒക്കെ ആയിട്ടുണ്ട്. ഈ കഥ നടക്കുമ്പോൾ ഡെവലപ്മെന്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. തവമണിയും മകൻ രാംകുമാറും MGR കോളനിയിലെ അവർ വീട് വിട്ടിട്ട് പ്രിൻസും ജീവജ്യോതിയും താമസിക്കുന്ന വീടിന് സമീപത്ത് മറ്റൊരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ താമസമാക്കി. ഈ സമയത്ത് സ്കൂളിലെ ജോലി വിട്ട പ്രിൻസ് LIC ഏജന്റായി ജോയിൻ ചെയ്തു. അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ജീവജ്യോതി അവളുടെ വീടിന് സമീപത്തുള്ള SS അണ്ണാമലൈ എന്ന പേരിലുള്ള ഒരു ട്രാവൽ ഏജൻസിയിൽ ജോലിക്ക് കയറുന്നതും ഈ സമയത്താണ്. കാര്യങ്ങൾ അതിവേഗം മുന്നോട്ട് പോവുകയാണ്. 2001 തുടക്കത്തിൽ ജീവജ്യോതിക്ക് ട്രാവൽ ബിസിനസ്സിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആയി. ആ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ അവൾ ഭർത്താവായ പ്രിൻസിനോട് ഒരു കാര്യം പറഞ്ഞു. അവർക്ക് ഒരു ട്രാവൽ ഏജൻസി സ്വന്തമായി തുടങ്ങുന്നതിനെ കുറിച്ചാണ് ജീവജ്യോതി പ്രിൻസിനോട് ചർച്ച ചെയ്യുന്നത്. ജീവജ്യോതിക്ക് ആ ട്രാവൽ ബിസിനസ്സിലുള്ള എക്സ്പീരിയൻസും അവളുടെ ഒരു നിശ്ചയദാർഢ്യവും ബോധ്യപ്പെട്ട പ്രിൻസ് LIC ജോലി അവസാനിപ്പിച്ചിട്ട് എങ്ങനെയും ഒരു ട്രാവൽ ബിസിനസ് തുടങ്ങുന്നതിനെ കുറിച്ചുള്ള ആലോചനയിലായി. തുടങ്ങാൻ പോകുന്ന ട്രാവൽ ഏജൻസിക്ക് ഇടേണ്ട പേര് ജീവജ്യോതിയും പ്രിൻസും തവമണിയും രാംകുമാറും കൂടി ചർച്ച ചെയ്ത് തീരുമാനിച്ചിരിക്കുകയാണ്. ഗ്ലോബൽ എയർ ട്രാവൽസ് അതാണ് പേര്. പക്ഷേ പ്രശ്നം പണമാണ്. ഒരു ട്രാവൽ ഏജൻസി തുടങ്ങണമെങ്കിൽ സ്വാഭാവികമായിട്ട് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും. തവമണി അവളുടെ സഹോദരനെ സമീപിക്കുന്നത് ഈ സമയത്താണ്. അവളുടെ സഹോദരൻ ഒത്തിരി ബുദ്ധിമുട്ടിയാണെങ്കിലും 1 ലക്ഷം രൂപ തവമണി ആവശ്യപ്പെട്ടപ്പോൾ സംഘടിപ്പിച്ചു കൊടുത്തു. ആ 1 ലക്ഷം രൂപയുടെ പിൻബലത്തിൽ ജീവജ്യോതിയും പ്രിൻസും ചേർന്ന് ഒരു ട്രാവൽ ഏജൻസി ആരംഭിച്ചു, ഗ്ലോബൽ എയർ ട്രാവൽസ്. അവരുടെ ഓഫീസും ബിസിനസ്സും മുന്നോട്ടുകൊണ്ട് പോകണമെങ്കിൽ ഉറപ്പായും ഇനി ഇൻവെസ്റ്റ്മെന്റ് വേണം. ആ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ ആവശ്യമായ പണം ലഭിക്കാൻ വേണ്ടി അവർ രണ്ടുപേരും ബാങ്കുകളെ സമീപിച്ചു. ബാങ്കുകളെ സമീപിച്ചപ്പോഴാണ് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ജീവജ്യോതിയും പ്രിൻസും മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും പ്രിൻസിന്റെ വീട്ടിലേക്ക് വരുന്ന തവമണിയും മകൻ രാംകുമാറും ഒക്കെ അവരുടെ വിഷയം അറിയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് കുറച്ച് പണം ആ ബിസിനസ്സിൽ മുടക്കിയില്ലെങ്കിൽ ആ ബിസിനസ് പൊളിയും. അക്കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. മകളുടെ വിഷമം മനസ്സിലാക്കിയ തവമണി രാജഗോപാലിനെ കോൺടാക്ട് ചെയ്തു. രാജഗോപാല് പലപ്പോഴും തവമണിയോട് ജീവജ്യോതിയെക്കുറിച്ചും രാംകുമാറിനെ കുറിച്ചും തിരക്കാറുള്ളത് കൊണ്ട് തവമണി അവരുടെ ബിസിനസിനെ കുറിച്ചും ബിസിനസ്സിൽ പണം മുടക്കേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ചും രാജഗോപാലിനോട് പറഞ്ഞിട്ട് അവരുടെ ലോണിന് ഏതെങ്കിലും ശൈലിയിൽ ഒരു ജാമ്യം അറേഞ്ച് ചെയ്ത് കൊടുക്കാവോ എന്നാണ് ചോദിച്ചത്. ജാമ്യം ഉണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ കൊടുക്കാമെന്ന് ബാങ്കുകാർ പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ആ ശൈലിയിൽ തവമണി ചോദിച്ചത്. തവമണിയുടെ ചോദ്യം കേട്ടതും രാജഗോപാൽ തവമണിയോട് പറഞ്ഞു, ഏയ് തവമണി, നീ എന്തിനാ ബാങ്കിൽ പോയി ലോൺ എടുക്കുന്നത്? നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ തരുമല്ലോ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് രാജഗോപാൽ ഒരു ജോത്സ്യനെ കണ്ടിരുന്നു. ആ ജോത്സ്യനെ കാണാൻ ചെന്ന രാജഗോപാൽ അയാളുടെ ജാതകത്തോടൊപ്പം അന്ന് ആ ജോത്സ്യനെ കാണിച്ചത് ജീവജ്യോതിയുടെ ജാതകം കൂടിയാണ്. ജീവജ്യോതിയുടെ ജാതകം വളരെ ശ്രദ്ധാപൂർവം തവമണിയുടെ കയ്യിൽ നിന്ന് രാജഗോപാൽ വാങ്ങിച്ചെടുത്തതാണ്. ജോത്സ്യൻ രവിയോട് രാജഗോപാൽ ആവശ്യപ്പെട്ടത് ഒരു സിമ്പിൾ കാര്യമാണ്. ആ ജാതകങ്ങൾ തമ്മിൽ പൊരുത്തമുണ്ടോ എന്ന് നോക്കുക. ആ ജാതകങ്ങൾ പരിശോധിച്ച ജോത്സ്യൻ രാജഗോപാലിനോട് പറഞ്ഞു, ഇത് ശരിക്കും പൊരുത്തമുള്ള ജാതകങ്ങളാണ്. ഈ ജാതകക്കാർ തമ്മിൽ വിവാഹം കഴിച്ചാൽ ഉറപ്പായിട്ടും അവർക്ക് ഐശ്വര്യം ഉണ്ടാകും. രാജഗോപാലിന്റെ ജാതകമാണ് തന്റെ മുന്നിൽ ഇരിക്കുന്നതെന്ന് അറിയാവുന്ന ആ ജോത്സ്യൻ തുടർന്ന് രാജഗോപാലോട് പറഞ്ഞു, അയ്യാ, ഈ പെണ്ണിനെ നിങ്ങൾ വിവാഹം കഴിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ലോകം തന്നെ കീഴടക്കും. ഈ സമയത്ത് രാജഗോപാലിന്റെ ആദ്യ ഭാര്യ വള്ളിയമ്മാളിലെ രാജഗോപാലിന്റെ മകൻ ശിവകുമാർ സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഹോട്ടൽ മാനേജ്മെന്റ് ബിസിനസ് പഠിച്ചതിന് ശേഷം മടങ്ങിയെത്തി ദുബായിലുള്ള ശരവണഭവന്റെ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. വിവിധ രാജ്യങ്ങളിലേക്ക് ശരണഭവന്റെ ഔട്ട്ലെറ്റുകൾ വരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ആ ജോത്സ്യൻ പറഞ്ഞ ആ വാചകം രാജഗോപാലിന്റെ മനസ്സിൽ ശരിക്കും അങ്ങ് തറച്ചു. ജീവജ്യോതിയെ വിവാഹം കഴിച്ചാൽ ലോകം മുഴുവൻ അറിയുന്ന ഒരു ബിസിനസ്സുകാരനായി താൻ മാറുമെന്നുള്ള ആ ജോത്സ്യന്റെ പ്രവചനം യാഥാർത്ഥ്യമാക്കാനുള്ള മാർഗത്തെക്കുറിച്ച് രാജഗോപാൽ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തവമണി ജീവജ്യോതിയുടെ ട്രാവൽ ബിസിനസ്സിന്
ഒരു ലോൺ ലഭിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് അറിയാൻ രാജഗോപാലിനെ സമീപിക്കുന്നത്. രാജഗോപാൽ ജീവജ്യോതിയുടെ ആ ട്രാവൽ ഏജൻസിക്ക് ലോൺ കൊടുക്കാമെന്ന് സമ്മതിച്ചതിന് ശേഷം ചില കണ്ടീഷൻസ് വെച്ചു. ചെന്നൈയിൽ നിന്ന് 138 കിലോമീറ്റർ മാറി വെല്ലൂരിൽ ഒരു സ്വാമിയുടെ സമാധിയുണ്ട്. രാജഗോപാലിന്റെ മാനസ ഗുരുവാണ് ആ സ്വാമി. ഈ വാര്യർ സ്വാമിയുടെ സമാധി മണ്ഡപത്തിലേക്ക് തുടർച്ചയായി എല്ലാ വെള്ളിയാഴ്ചയും ജീവജ്യോതി ചെല്ലണം. കുറഞ്ഞത് 5 വെള്ളിയാഴ്ചയെങ്കിലും ജീവജ്യോതി അവിടെ പോയി പ്രാർത്ഥിക്കണം. അതാണ് രാജഗോപാൽ വെച്ചിരിക്കുന്ന കണ്ടീഷൻ. രാജഗോപാലിന്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം ആ വാര്യർ സ്വാമിയാണ്. അതുകൊണ്ടാണ് ആ വാര്യർ സ്വാമിയുടെ സമാധി പോയി പ്രാർത്ഥിക്കാൻ ജീവജ്യോതിയോട് രാജഗോപാൽ ആവശ്യപ്പെടുന്നത്. ജീവജ്യോതിക്ക് നല്ലത് വരാൻ വേണ്ടി രാജഗോപാൽ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം. അങ്ങനെയാണ് ആ നിർദ്ദേശത്തെ ആളുകളൊക്കെ നോക്കിക്കാണുന്നത്. ജീവജ്യോതിയും കുടുംബവും എല്ലാ വ്യാഴാഴ്ചയും ചെന്നൈയിൽ നിന്ന് വെല്ലൂരിലെത്തും. അവിടെ ആ സമാധി മണ്ഡപത്തിന് സമീപമുള്ള ഗസ്റ്റ് ഹൗസിലാണ് അവർ താമസിക്കുക. ആ ഗസ്റ്റ് ഹൗസിലെ അവർ താമസിക്കുന്ന മുറിക്ക് സമാന്തരമായുള്ള ഒരു മുറിയിൽ ആ സമയത്ത് രാജഗോപാലും ഉണ്ടാവും. ആദ്യത്തെ വെള്ളിയാഴ്ച സമാധിയിൽ പ്രാർത്ഥിച്ച് തിരിച്ചു വന്ന ജീവജ്യോതിക്ക് ആ ഗസ്റ്റ് ഹൗസ് വെച്ച് രാജഗോപാൽ 50,000 രൂപ കൊടുത്തു. രാജഗോപാലിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നത് ജീവജ്യോതിയുടെ ഹസ്ബൻഡ് പ്രിൻസ് ശാന്തകുമാറാണ്. രണ്ടാമത്തെ വെള്ളിയാഴ്ചയും പ്രിൻസിന്റെ കയ്യിൽ രാജഗോപാൽ 50,000 രൂപയുടെ ക്യാഷ് കൊടുത്തു. മൂന്നാമത്തെയും 4ാമത്തെ ആഴ്ചയിൽ പണമൊന്നും കൊടുത്തില്ല. 5ാമത്തെ ആഴ്ച രാജഗോപാൽ എത്തിയത് 5 ലക്ഷം രൂപയുടെ ഒരു ചെക്കുമായിട്ടാണ്. അയാൾ ആ ചെക്ക് കൊടുത്തത് ജീവജ്യോതിയുടെ കയ്യിലാണ്. ആ ചെക്ക് കയ്യിൽ വാങ്ങിച്ച ജീവജ്യോതി നോക്കുമ്പോൾ അതിൽ ആരുടെയും പേരെഴുതിയിട്ടില്ല. അവൾ അക്കാര്യം രാജഗോപാലിനോട് പറഞ്ഞപ്പോൾ രാജഗോപാൽ അവളോട് പറഞ്ഞു, നീ തന്നെ എഴുത്, നിന്റെ പേര് എഴുതിയാൽ മതി. സാർ, എന്റെ പേര് എഴുതണ്ട, എന്റെ ഹസ്ബൻഡിന്റെ പേര് എഴുതിയാൽ മതി. കഴിഞ്ഞ 2 തവണയും പ്രിൻസ് ശാന്തകുമാറാണ് രാജഗോപാലിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചത്. ഈ പണവും പ്രിൻസ് ആണ് വാങ്ങേണ്ടതെന്നാണ് ജീവജ്യോതിയുടെ അഭിപ്രായം. അത് കേട്ടതും രാജഗോപാൽ ജീവജ്യോതിയോട് പറഞ്ഞു, ഹേയ്, നിന്റെ അച്ഛൻ രാമസ്വാമി എൻ്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിന് വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ചെക്ക് നിന്റെ പേര് എഴുതിയാൽ മതി. രാജഗോപാൽ അങ്ങനെ പറഞ്ഞപ്പോൾ കൂടുതലൊന്നും ആലോചിക്കാതെ ജീവജ്യോതി ആ ചെക്കിൽ അവരുടെ പേരെഴുതി. എന്തായാലും ആ പണം ഉപയോഗിച്ചുകൊണ്ട് 2001 ആഗസ്റ്റ് 23-ന് അവരുടെ ട്രാവൽ ഏജൻസിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം അവരങ്ങ് നടത്തി. അതുവരെ ഗ്ലോബൽ എയർ ട്രാവൽസ് എന്ന പേരിൽ അവരൊരു സ്ഥാപനം ബിൽഡ് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിയിരുന്നത്. ഇപ്പൊ ഇതാ ആ സ്ഥാപനം യാഥാർത്ഥ്യമായിരിക്കുന്നു. 2001 ആഗസ്റ്റ് 23-ന് ഗ്ലോബൽ എയർ ട്രാവൽസ് എന്ന ആ സ്ഥാപനം ഇനാഗുറേഷൻ നടത്തുമ്പോൾ ആ ഇനാഗുറേഷന്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ശരവണ ഭവന്റെ ആ ഉടമ രാജഗോപാൽ തന്നെയാണ്. ആ ട്രാവൽ ഏജൻസിയുടെ ഉദ്ഘാടനവുമായി ബന്ധിപ്പിച്ച സകല ചെലവും വഹിച്ചതും രാജഗോപാൽ തന്നെയാണ്. ആ ഉദ്ഘാടനം നടക്കുന്നതിന് മുന്നേ തന്നെ പ്രിൻസിന്റെ കയ്യിൽ ആദ്യത്തെ 50,000 രൂപ കൊടുത്ത നിമിഷം മുതൽ രാജഗോപാൽ മനസ്സിൽ ഒരു കാൽക്കുലേഷൻ പൂർത്തീകരിച്ചിരുന്നു. ജീവജ്യോതി ഇനി തനിക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ പണം പ്രിൻസ് കൈപ്പറ്റിയ അന്ന് മുതൽ ഇടയ്ക്കിടയ്ക്ക് രാജഗോപാൽ ജീവജ്യോതിയെ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിയിരുന്നു. രാജഗോപാലിന്റെ കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും രസകരമാണ്. രാജഗോപാൽ ജീവജ്യോതിയെ അവളുടെ ഓഫീസിലെ ഫോൺ നമ്പറിലേക്കോ അല്ലെങ്കിൽ വീട്ടിലെ ഫോൺ നമ്പറിലേക്കോ വിളിക്കും. ഫോണിൽ രാജഗോപാൽ ജീവജ്യോതിയോട് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും. അവളുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് കൂടുതൽ തിരക്കുന്നത്. ആഗസ്റ്റ് 23-ന് അവളുടെ ട്രാവൽ ഏജൻസിയുടെ ഉദ്ഘാടനം കഴിഞ്ഞുവെങ്കിലും ജീവജ്യോതി അവൾ പോയിക്കൊണ്ടിരുന്ന സ്ഥാപനത്തിൽ അപ്പോഴും പോവുകയാണ്. ആ സ്ഥാപനക്കാർ ജീവജ്യോതിക്ക് പകരം ഒരാളെ കിട്ടുന്നതുവരെ ജീവജ്യോതിയോട് അവിടെ തുടരാൻ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ജീവജ്യോതി അങ്ങനെ ചെയ്യുന്നത്. ആ സ്ഥാപനത്തിലെ ആളുകളും ജീവജ്യോതി തമ്മിൽ നല്ലൊരു അടുപ്പമുണ്ട്. അവരുടെ കൂടി സപ്പോർട്ടോട് കൂടിയാണ് യഥാർത്ഥത്തിൽ ജീവജ്യോതി പുതിയ ട്രാവൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. SS അണ്ണാമലൈ എന്ന ആ സ്ഥാപനത്തിൽ നിന്ന് വൈകുന്നേരം ജീവജ്യോതിയുടെ ഓഫീസിലെത്തുന്ന ജീവജ്യോതി അവിടെയുള്ള വർക്കൊക്കെ കഴിഞ്ഞിട്ട് അവളെ വീട്ടിലെത്തും. വീട്ടിൽ അവൾ എത്തുമ്പോൾ രാത്രിയാണെങ്കിലും രാജഗോപാൽ ഫോണിൽ വിളിക്കും. അവധി ദിവസമാണെങ്കിൽ രാജഗോപാൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല എന്ന് പറഞ്ഞ് നേരെ ജീവജ്യോതിയുടെ വീട്ടിലേക്ക് വരികയും ചെയ്യും. അങ്ങനെ ഇരിക്കുകയാണ് സെപ്റ്റംബർ 1-ന് രാജഗോപാൽ കുറച്ച് ആഭരണങ്ങളും അതുപോലെ ഡ്രസ്സുമായി ജീവജ്യോതിയുടെ വീട്ടിലേക്ക് വരുന്നത്. ആ ഡ്രസ്സും ആഭരണങ്ങളും ജീവജ്യോതിക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് രാജഗോപാൽ പറഞ്ഞു, ഞാൻ ഇന്ന് വന്നത് ഒരു അഡ്വാൻസ്
ഹാപ്പി ബർത്ത്ഡേ പറയാൻ വേണ്ടിയാണ്. സെപ്റ്റംബർ 5 നിന്റെ ബർത്ത്ഡേ, അത് ഇന്നേ ആഘോഷിക്കാം. സെപ്റ്റംബർ 5 അവളുടെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം രാജഗോപാൽ എങ്ങനെയാണ് അറിഞ്ഞതെന്നാണ്. അത് കേട്ടപ്പോൾ ജീവജ്യോതിയുടെ മനസ്സിലുണ്ടായ ചോദ്യം. എന്തായാലും സമ്മാനങ്ങളും സ്വർണവും കിട്ടിയപ്പോൾ ജീവജ്യോതി രാജഗോപാലിനോട് പറഞ്ഞു, സാർ ഇതൊന്നും എനിക്ക് വേണ്ട. ജീവജ്യോതി അത് പറഞ്ഞതും രാജഗോപാൽ ലേശം ദേഷ്യത്തോടെ ജീവജ്യോതിയോട് പറഞ്ഞു, ഒരാൾ സമ്മാനം തരുമ്പോൾ അത് വേണ്ടെന്ന് പറയുന്നത് ശരിയായ പരിപാടിയല്ല. നീ ഇത് സ്വീകരിക്കുക തന്നെ വേണം. രാജഗോപാലാണ് അവർക്ക് ട്രാവൽ ഏജൻസി നടത്താനുള്ള പണം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ ആ ആഭരണങ്ങളും വസ്ത്രങ്ങളും നിരസിക്കാൻ ജീവജ്യോതിക്ക് പറ്റാത്ത സാഹചര്യമായി. സെപ്റ്റംബർ 1 ആഭരണങ്ങളും വസ്ത്രങ്ങളും ജീവജ്യോതിക്ക് നൽകിയിട്ട് വീട്ടിൽ നിന്ന് മടങ്ങിയ രാജഗോപാൽ അന്ന് രാത്രി വീണ്ടും ജീവജ്യോതിയെ ഫോണിൽ വിളിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിലും ആ ഫോൺ വിളി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ജീവജ്യോതിയെ ഫോണിൽ വിളിക്കുന്ന രാജഗോപാൽ ജീവജ്യോതിയോട് തിരക്കുന്നത് ഭക്ഷണം കഴിച്ചോ, സുഖമുണ്ടോ, എങ്ങനെയുണ്ട് ബിസിനസ്, അങ്ങനെ പല കാര്യങ്ങളുമാണ്. ജീവജ്യോതി അയാളുടെ ഏറ്റവും അടുത്ത ആരോ ആണെന്ന ശൈലിയിലാണ് രാജഗോപാൽ സംസാരിക്കുന്നത്. രാജഗോപാൽ ഓഫീസിലേക്ക് വിളിച്ചും വീട്ടിലേക്ക് വിളിച്ചും അങ്ങനെ സംസാരിക്കുന്നതിൽ ജീവജ്യോതിക്ക് പതുക്കെ പതുക്കെ അസ്വസ്ഥ തോന്നി തുടങ്ങിയാണ്. അപ്പോഴാണ് സെപ്റ്റംബർ 20 എത്തുന്നത്. സെപ്റ്റംബർ 20 പ്രിൻസ് ശാന്തകുമാർ അയാളുടെ ഭാര്യ ജീവജ്യോതിയെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാണ്. വിവരമറിഞ്ഞ് രാജഗോപാലും ഒരു ഡോക്ടറും അവിടെ എത്തി. ജീവജ്യോതി തനിക്ക് നല്ല സുഖം തോന്നുന്നില്ല എന്ന് പ്രിൻസിനോട് പറഞ്ഞതുകൊണ്ടാണ് പ്രിൻസ് ജീവജ്യോതിയെ അടയാറിലുള്ള ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത്. അവിടേക്കാണ് രാജഗോപാലും വേറൊരു ഡോക്ടറും കടന്നു വരുന്നത്. അവർക്ക് രണ്ടുപേർക്ക് പുറകിലായി കറുത്ത കോട്ട് സൂട്ടും ധരിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാരുണ്ട്. രാജഗോപാലിനെ നമ്മൾ എവിടെ വെച്ച് കാണുമ്പോഴും അയാളുടെ ഇടവും വലവും ശരിക്കും നല്ല മസിലുള്ള ഒരു കൂട്ടം ആളുകളെ കാണാം. അവരൊക്കെയും കറുത്ത കോട്ടായിരിക്കും ധരിച്ചിരിക്കുക. ഇപ്പോ സിനിമാ താരങ്ങൾക്കൊപ്പം കാണുന്ന ആ ബൗൺസേഴ്സിനെ അന്നേ ഇറക്കിയ കക്ഷിയാണ് ഈ രാജഗോപാൽ. രാജഗോപാലും ബൗൺസേഴ്സും ആ ഡോക്ടറും ജീവജ്യോതി കിടക്കുന്ന ആ മുറിയിലേക്ക് കടന്നു വന്നതും ആ ഡോക്ടർ ജീവജ്യോതിയുടെ കേസ് ഷീറ്റ് കയ്യിലെടുത്തു. ആ കേസ് ഷീറ്റ് വായിച്ച ആ ഡോക്ടർ പ്രിൻസിനോടും ജീവജ്യോതിയോടായി പറഞ്ഞു, ഏയ് ഇതെന്താ എഴുതിയിരിക്കുന്നത്? ഇങ്ങനെയാണോ ഒരാളെ പരിശോധിക്കുന്നത്? തികച്ചും നിലവാരമില്ലാത്ത ഒരു ചികിത്സയാണല്ലോ ഇവിടെ നടക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, മിസ് ജീവജ്യോതിയെ ഇവിടെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ രാജഗോപാലിനോടായി പറഞ്ഞു, സാർ ഈ കുട്ടി ഇവിടെ കിടന്നാൽ മരിച്ചു പോകത്തേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യണം. അങ്ങനെ പറഞ്ഞിട്ട് ആ ഡോക്ടർ പുറത്തിറങ്ങിയതും രാജഗോപാൽ ജീവജ്യോതിയോടും പ്രിൻസിനോടായി പറഞ്ഞു, കേട്ടല്ലോ, എത്രയും പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യണം. പ്രിൻസ് ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചെയ്യണ്ടേ? ജീവജ്യോതിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ, എന്തെങ്കിലും അസുഖം തോന്നുകയാണെങ്കിൽ എന്നോടുകൂടി ഒന്ന് കോൺടാക്ട് ചെയ്യണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് അതിവേഗം ജീവജ്യോതിയെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യിപ്പിച്ച് അവർ പുറത്തേക്ക് കൊണ്ടുപോയി. ആ യാത്ര എത്തി നിന്നത് ഒരു ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിൽ ജീവജ്യോതിയെ ഒരു ലേഡി ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ലേഡി ഡോക്ടർക്ക് ഒരു ഫോൺ വന്നു. ഫോണിൽ സാക്ഷാൽ രാജഗോപാലാണ്. രാജഗോപാലുമായി സംസാരിച്ച ഡോക്ടർ ഫോൺ കട്ടായതും ജീവജ്യോതിയോട് പറഞ്ഞു, ഏയ് ജീവ, നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, യു ആർ പെർഫെക്റ്റ്ലി ഓക്കെ. പക്ഷേ എനിക്ക് നിന്റെ ഭർത്താവിനെ ഒന്ന് ചെക്ക് ചെയ്യണം. എൻ്റെ ഭർത്താവിനെ എന്തിനാ ചെക്ക് ചെയ്യുന്നത്? നിന്റെ ഭർത്താവിൻ്റെ സ്പേം ഒന്ന് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അതിന് മിസ്റ്റർ പ്രിൻസിനോട് ഇവിടെ എന്നെ ഒന്ന് കാണാൻ പറയണം. അങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടർ ജീവജ്യോതിയെ ഡിസ്ചാർജ് ചെയ്തു. ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് ആ ലേഡി ഡോക്ടർ ജീവജ്യോതിയോട് ഒരു കാര്യം കൂടി പറഞ്ഞു, ജീവ, ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു കാരണവശാലും നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡുമായി ഒരു സെക്ഷൽ റിലേഷനും ഉണ്ടാകാൻ പാടില്ല. ഡിസ്ചാർജ് വാങ്ങിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന ജീവജ്യോതിക്ക് എന്തിനാണ് ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞതെന്നുള്ള കാര്യം അവിടെ മനസ്സിലായതുമില്ല. ജീവജ്യോതി വീട്ടിലെത്തിയപ്പോൾ വിവരം പ്രിൻസിനോട് പറഞ്ഞു. പ്രിൻസും ശരിക്കും ആ കാര്യം കേട്ടപ്പോൾ ഒന്ന് അത്ഭുതപ്പെട്ടു പോവുകയാണ്. ജീവജ്യോതിക്ക് ഒരു വല്ലായ്മ തോന്നിയത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ജീവജ്യോതിയെ ഹോസ്പിറ്റലിൽ കാണിച്ചത്. അവൾ പ്രഗ്നന്റ് ആണോ എന്നൊരു സംശയം ജീവജ്യോതിക്കും അതുപോലെ പ്രിൻസിനും ഉണ്ട്. ആ കാര്യം ഉറപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ അവർ ഹോസ്പിറ്റലിൽ എത്തിയത്. അവിടെ വെച്ചാണ് രാജഗോപാൽ ഈ സീനൊക്കെ ഉണ്ടാക്കി അവിടെ നിന്ന് ജീവജ്യോതിയെ പുതിയ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നതും ആ ലേഡി ഡോക്ടർ തികച്ചും അപ്രതീക്ഷിതമായി
ആ രണ്ട് കാര്യങ്ങൾ പറഞ്ഞത്. ഒന്ന്, പ്രിൻസിന്റെ സെവൻ പരിശോധിക്കണം. രണ്ട്, അതുവരെ പ്രിൻസും ജീവജ്യോതിയും ഒരു കാരണവശാലും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ പാടുള്ളതല്ല. ഒരു തരത്തിലുള്ള സെക്ഷൽ റിലേഷനും അവർ തമ്മിൽ പാടില്ല. അങ്ങനെയാണ് ആ ഡോക്ടർ ജീവജ്യോതിയോട് പറഞ്ഞിരിക്കുന്നത്. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ശരവണ ഭവന്റെ ഉടമ രാജഗോപാലന്റെയും ജീവജ്യോതിയുടെയും കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.